ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളൊരു ബീഫ് ഇത് ഉണ്ടാതിരിക്കും ഇത് നമ്മളൊരു ബീഫ് ഗ്രില്ല് ചെയ്യാൻ പോവാട്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടാണ് അവസാനിച്ചത്. ഇത് നമ്മൾ ആദ്യം സവോളയൊക്കെ കട്ട് ചെയ്തിട്ടു, നമ്മൾ ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ടു. ഈ ഗ്രില്ലിനകത്ത് മസാല നമ്മൾ പരത്തിയിട്ടുള്ളത് ഈസ്റ്റാണ്, ഷവർമ മസാലയാണ്. അതിലേക്ക് കുറച്ച് ലെമണും സ്ക്വീസ് ചെയ്ത് ഒഴിച്ചു. പിന്നെ ഞാൻ ആക്ച്വലി ഇതിനകത്ത് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, കാരണം എനിക്ക് ലെമൺ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. സോ വിനാഗിരി വെച്ച് ഞാൻ അതിനെ കോമ്പൻസേറ്റ് ചെയ്തു. അങ്ങനെ നമ്മളത് ഗ്രില്ലിനകത്തേക്ക് കയറ്റി വെച്ചു. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഇത് ടേസ്റ്റ് അടിപൊളിയാന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് വെജിറ്റബിൾസും ഇതിനകത്ത് ഇടാന്ന്. അങ്ങനെ ഞാൻ ഇട്ടതാണ്. കുറച്ച് പൊട്ടറ്റോസ് ഇട്ടു, ബോയിൽ ചെയ്തിട്ടാണ് ഇട്ടിട്ട്. പിന്നെ കുറച്ച് ക്യാരറ്റ് ഇട്ടു. താങ്ക്ഫുള്ളി ഞാൻ കുറച്ച് പൊട്ടറ്റോയും ക്യാരറ്റും ഇട്ടത് ഞാൻ പിന്നെ പറയുമ്പോൾ എന്താ റീസൺ നോക്കി. അങ്ങനെ സംഭവം ഗ്രില്ലായി അടിപൊളിയായി, ഭയങ്കര നല്ല മണമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്തേക്ക് സംഭവം എടുത്ത് കാണാനും നല്ല ലുക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് എന്താ ഉണ്ടായെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. മിണ്ടാതിരിക്കാൻ വേണ്ടി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. എല്ലാം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ടേക്ക് കെയർ. ഇത് മയണൈസാണ് കേട്ടോ, യോഗട്ട്.